ഹലോ, ഇന്നൊരു കുർത്ത സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. 3 months ഓൾഡായിട്ടുള്ള ബേബി ബോയ്ക്ക് ഇടാൻ പറ്റുന്ന ഒരു കുർത്തയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇതേപോലുള്ള 2 പീസ് ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പീസിൻ്റെ മെഷർമെൻറ്റ് 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 16 ഇഞ്ചോട് വീതിയായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് പീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്ക് പീസിന് നമ്മളിവിടെ 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഈ 2 പീസിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് ഇറക്കമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതിനായിട്ടൊരു 2 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കുക, കാരണം നമുക്ക് മടക്കി അടിക്കേണ്ടതുകൊണ്ട്. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കുക. ഞാനിവിടെ അളവ് ഡ്രസ്സ് വെച്ചിട്ടാണ് മെഷർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് അളവ് ഡ്രസ്സ്. അപ്പോൾ അളവ് ഡ്രസ്സും 2ആയിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുള്ളൂ, കാരണം അതിൻ്റെ കളറ് ഡ്രസ്സിലോട്ടാവുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടില്ല, കാരണം കറക്റ്റ് അളവിലുള്ള തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാത്തത്. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെ ഇങ്ങനെ 2ആയിട്ട് മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് അളവ് ഡ്രസ്സ് വെച്ച് കൊടുക്കുക. ഈ ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ നേരെ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടിലിപ്പോൾ 2 പീസാണ് കിട്ടുക. അതുപോലെ വലിയൊരു പീസ് ഉണ്ടായിരിക്കും, അതുപോലെ ചെറിയൊരു പീസും കൂടി ഉണ്ടായിരിക്കും. ഇനി വലിയ പീസിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സൈഡ് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ പീസിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ചെറിയ പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വലിയ പീസ് ഇതേപോലെ ഇങ്ങനെ വച്ച് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ 2ആയിട്ട് മടക്കിയെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. ഒപ്പത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. നെക്കിൻ്റെ ഇറക്കം 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീതിയും 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് റൗണ്ട് ചെയ്തൊന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് നെക്കിന് ഇറക്കം കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വീതി 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുക. നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 നെക്കും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിലത്തെ വലിയ പീസ് ഇതേപോലെ അതിൻ്റെ മുകൾ വശം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ വെച്ച് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഷോൾഡറും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ 2 ഷോൾഡറും ഇതേപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഷോൾഡർ വെച്ചതിന് ശേഷം ഇത് മറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഇതിങ്ങനെ കിട്ടുക. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി 13 ഇഞ്ചും നീളം 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഈ നീളം എന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കാണ്. അപ്പോൾ അത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ഇത് ഇതേപോലെ 2ആയിട്ട് മടക്കി വയ്ക്കുക. ഇനി അളവ് ഡ്രസ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അളവ് ഡ്രസ്സ് വെച്ചിട്ട് ഇങ്ങനെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുമ്പോൾ ഇതിലുള്ളതിനെക്കാട്ടും കുറച്ച് കൂടുതൽ വേണം നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അരികുവശം ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. 2 സ്ലീവിൻ്റെ അരികുവശം അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഡ്രസ്സിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. സ്ലീവിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. ഇതിൻ്റെ നടുമടക്കിയിട്ട് ഈ നേർപകുതി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നേർപകുതി വരുന്ന ഭാഗം ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഭാഗത്ത് ഈ നേർപകുതി ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
2 സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശം ഇതേപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെയാണ് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ബട്ടൺസും കൂടി തുന്നി പിടിപ്പിക്കണം. ഈ സൈഡിലായിട്ടാണ് ബട്ടൺസ് തുന്നി പിടിപ്പിക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.